കരീബിയൻ ജോൽ ഓഫ് ദി സീസ്. സോ നമ്മളിപ്പോൾ ഉള്ളത് കാഡിസ് എന്ന പോർട്ടിലാണ്. കാണാൻ സാധിക്കും റോയൽ കരീബിൻ്റെ ജോൽ ഓഫ് ദി സീസ് എന്ന ക്രൂസ് ഷിപ്പാണ് ഈ പുറകിൽ കാണുന്നത്. ഇതാണ് റോയൽ കരീബിൻ്റെ ജോൽ ഓഫ് ദി സീസ് എന്ന വെസൽ. ഇത് പോർട്ട് വരുന്നത് കാഡിസ്, സ്പെയിനാണ്. സോ ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ക്ലിയർനെസ്. ഇതാണ് റോയൽ കരീബിൻ്റെ ഷിപ്പ്. സോ ടോപ്പ് സൈഡിൽ കാണുന്നതാണ് ബ്രിഡ്ജ്. അതൊരു ക്ലോസ് ചെയ്തിട്ടുണ്ട്. നല്ല വെയിലായതുകൊണ്ട് അതിൻ്റെ വിൻഡോയിൽ അവർ എക്സ്ട്രാ കാർട്ടനിട്ടൊക്കെയാണ്. ഈ കാണുന്നതാണ് അതിൻ്റെ ഡെക്ക് സൈഡ്. ഈ കാണുന്ന ചെറിയ ഹോളൊക്കെ കാണുന്നത് റെസ്റ്റോറൻറ്റ്സ് ആണ്. അതിൻ്റെ താഴെയാണ് അതിൻ്റെ ക്യാബിൻസൊക്കെ വരുന്നത്. ക്രൂവിൻ ക്യാബിൻസൊക്കെ താഴെയാണ്. അത് വെള്ളത്തിൻ്റെ വണ്ടൊക്കെ താഴെയായിരിക്കും ക്രൂ ക്യാബിൻസൊക്കെ വരുന്നത്. പിന്നെ അതിൻ്റെ ബോത്രസ്റ്റ്, അതായത് ഷിപ്പിനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ബോത്രസ്റ്റ് എന്ന് പറയുന്നത്. 3 ബോത്രസ്റ്ററുണ്ട്. അതിനാണ് ഷിപ്പിനെ പോർട്ടും സ്റ്റാർട്ട് ബോർഡിലേക്കും ടേൺ ചെയ്യിക്കുന്നത്. സോ നല്ല അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ജോൽ ഓഫ് ദി സീസ്. സോ ഇതിൻ്റെ ലൈഫ് ബോട്ട് വരുന്നത് കാണാൻ സാധിക്കും. 1 2 3 4 5 6 7 8 9 ലൈഫ് ബോട്ടും ഒരു റെസ്ക്യൂ ബോട്ടും. പിന്നെ പോർട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ടെൻഡറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ആ വൈറ്റ് കളർ. അതാണ് ടെൻഡർ ബോട്ട്. ഫുള്ള് ഗ്ലാസി ആയിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. റോയൽ കരീബിയൻ ലോഗോ നമ്മൾ കാണാൻ സാധിക്കും. പിന്നെ ബോൾ വലിക്കുന്നതാണ് സാറ്റലൈറ്റ്, അതായത് ഇൻ്റർനെറ്റ്. സീലുള്ള സമയത്ത് നെറ്റ് യൂസ് ചെയ്യുന്നത് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിലാണ്. അതാണ് ആ ബോൾ വലിക്കുന്നത്. അതിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ ജോൽ ഓഫ് ദി സീസ്. ഈ പോർട്ട് കാഡിസ്, സ്പെയിൻ. ഇതുവരെ യാർഡിലാണ് ഷിപ്പ് ഡോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പുറത്തൊരു ലക്ഷറി യോട്ടൊക്കെ കിടപ്പുണ്ട് ആ സൈഡിൽ കാണാൻ സാധിക്കും. പിന്നെ അവരുടെ ഫെറി വെസൽ ഇവിടെയാണ് ഡോക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഷിപ്പ്.